ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് തന്നെയാണ് കാണിക്കുന്നത്. ചിരട്ട കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ല റൂമൊക്കെ AC ഇല്ലാതെ തന്നെ തണുപ്പിച്ചെടുക്കുക, അത് നമുക്ക് കറണ്ട് ലാഭിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഒരു കാർഡ്ബോർഡും ഒരു കഷ്ണം കമ്പിയും ഉണ്ടെങ്കിൽ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കിയെടുക്കാം. അപ്പം നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കൂട്ടുകയും ചെയ്യാം. അതുപോലെ നമുക്ക് വലിച്ചു വാരിയൊക്കെ ഇടുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയെടുക്കാം. ആർക്കും നിഷ്പ്രയാസം ഉണ്ടാക്കാവുന്ന ഒരു സാധനം കൂടിയാണ്. അതുപോലെ നമ്മൾ അരിയൊക്കെ പെട്ടെന്ന് കുക്കറിൽ വെക്കാറുണ്ട്. അപ്പോൾ വെള്ളം കുറയുവാണെങ്കിൽ അടിക്ക് പിടിക്കും, അല്ലെങ്കിൽ വെള്ളം കൂടുവാണെങ്കിൽ ചീറ്റി പുറത്തൊക്കെ പോവല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്കിതുപോലെ നല്ല മണി പോലത്തെ ചോറ് വെക്കുക, അങ്ങനെയുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത്. അപ്പം നമുക്കത് ഇതുപോലെ ചിക്കനിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് കളഞ്ഞ് എങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും നമ്മളത് ചിലപ്പോഴൊക്കെ വിട്ടുപോകും. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ചിരട്ട കൊണ്ട് റൂം എങ്ങനെയാണ് നമുക്ക് തണുപ്പിച്ചെടുക്കുക, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ട് 4 ചിരട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലെ നമുക്ക് റൂമൊക്കെ തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ചിരട്ട നിറച്ച് ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്കറിയാം, നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്ത് തണുപ്പിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തെടുക്കും, മെൽറ്റായി പോകും. ചിരട്ടയാകുമ്പം കുറേ സമയത്തേക്ക് അത് നമുക്ക് മെൽറ്റാകാതെ തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യുവാണെങ്കിൽ കറണ്ടും ലാഭിക്കാം, AC ഇടേണ്ട കാര്യമില്ല. അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല പോലെ തന്നെ അതേ നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ട്. നമ്മളുടെ ചിരട്ടയിലെ ഐസൊക്കെ നല്ല മെൽറ്റാകാതെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ എവിടെ ഏതെങ്കിലും ഒരു പോർഷൻസിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഫാൻ കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, നമ്മൾ കിടക്കുന്ന ടൈമിന് കേട്ടോ. എന്തായാലും നമ്മൾ ഫാൻ ഇടുമല്ലോ, അപ്പം നമുക്ക് AC യുടെ കാര്യമില്ല. ഇപ്പോൾ ചൂട് സമയമാണ്, എന്നാലും നമുക്ക് AC ഇടേണ്ട കാര്യം വരുന്നില്ല, കറണ്ട് ലാഭിക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കമ്പി കഷ്ണവും അതുപോലെ ഒരു കാർഡ്ബോർഡും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും, ഏത് വീട്ടമ്മമാർക്ക് വേണമെങ്കിലും നമുക്ക് കിച്ചൺ നല്ല മനോഹരമാക്കിയെടുക്കാവേ. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ കമ്പി കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കണം 4ആയിട്ട്. അതുപോലെ കാർഡ്ബോർഡും 3 പീസാക്കി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അത് കറക്റ്റ് വലുപ്പത്തിൽ വേണം ഇതുപോലെ 3ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 4 വശത്തും ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം, ഇതുപോലെ നമ്മളുടെ കമ്പി ഇറക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു കമ്പി അതുപോലെ കാർഡ്ബോർഡും മാത്രം മതി. 4 കമ്പി ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതുവഴി തന്നെ ആ 3 പീസും ബാക്കിയുള്ള 2 പീസ് കൂടെ ഞാൻ കാർഡ്ബോർഡ് പീസ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് പീസിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു കമ്പി വെച്ച് കൊടുക്കുവാണ്. അതൊരു ബലത്തിനാണ്, നമുക്ക് താഴത്തോട്ട് അപ്പോൾ ഇറങ്ങി പോരില്ല. അതിനുശേഷം ഫെവിക്കോൾ കൂടെ ഞാൻ ഒന്ന് സപ്പോർട്ടിന് വേണ്ടി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ അത് നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കുപ്പികളൊക്കെ എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുക്കളയുടെയൊക്കെ സ്പേസൊക്കെ നല്ലപോലെ കൂടുകയും ചെയ്യും, സാധനങ്ങളൊന്നും വലിച്ചു വാരി ഇടണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഒരു 500-600 രൂപയൊക്കെ ആവും. നമുക്ക് നിഷ്പ്രയാസം ഇതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ കൊള്ളും ബാക്കിലോട്ടൊക്കെ. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് എത്ര വേവുള്ള അരിയാണെങ്കിലും നമ്മളെല്ലാവരും ചെയ്യുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞാൽ കുക്കറിൻ്റെ അടിയിൽ പിടിക്കും, വെള്ളം കൂടിയാൽ കുക്കറിൻ്റെ അടപ്പ് വഴി തെറിച്ച് പോവുമല്ലേ. അപ്പം കുക്കറെല്ലാം തന്നെ ചീത്തയാകും. ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമ്മുടെ കുക്കറിൽ ഇറക്കി വെക്കാവുന്ന ഒരു ചരിവ് എടുത്തിട്ട് അതിലേക്ക് അരിയും വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കറൊന്ന് മൂടി കൊടുക്കണം. അപ്പോൾ ആ കുക്കറിൽ ഇരിക്കാവുന്ന പാത്രം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അടിയിലും പിടിക്കില്ല, അതുപോലെ പുറത്ത് വിസിൽ വന്നിട്ട് പോലും ചീറ്റിയും പോയിട്ടില്ല. ഇനി അതിൻ്റെ ഇറക്കം പോയ ശേഷം ഞാൻ ഒന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ കുക്കറും അതുപോലെ പരിസരം ഒന്നും ചീത്തയാകില്ല. അപ്പം നോക്കിയാൽ നമുക്ക് നല്ല മണി പോലത്തെ ചോറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കടല ഒക്കെ നമ്മൾ തലേദിവസം ഇടാൻ മറന്നാൽ എങ്ങനെയാണ് കുതിർക്കുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാസ്ട്രോളിൽ പെട്ടെന്ന് തന്നെ ഞാൻ കടല ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ കടല നല്ല പോലെ തന്നെ കുതിർന്ന് വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്താൽ തന്നെ നല്ല പോലെ തന്നെ കറി വെച്ചാൽ തന്നെ നമ്മളുടെ കടലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ തലേദിവസമൊക്കെ ഇടാൻ മറന്നാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ സോക്സ്, ഇനി പഴയ സോക്സ് ഉണ്ടെങ്കിൽ ആരും കളയരുത്. നമുക്ക് മഴക്കാലത്ത് മാത്രമേ നമ്മൾ കുടയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ കുടയുടെ ആ കവറൊക്കെ പോയാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുടയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്കൂൾ സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോക്സൊക്കെ കളയുകയാണ് പതിവ്. ഇതുപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഉപകാരങ്ങൾക്കൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ചിക്കനിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം.
അതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് ഒന്ന് കുടഞ്ഞ് ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കണേ. അപ്പോൾ തന്നെ എല്ലാത്തിലും ഒന്ന് സ്പ്രെഡായിട്ട് അതെല്ലാം അഴുക്കൊക്കെ പോയി നല്ലപോലെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ആ ബ്ലഡ് ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല, അതിൻ്റെ ഒരു ചൊവയും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വെള്ളം കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് അതുപോലെ നമ്മുടെ ചിക്കൻ മുങ്ങി നിൽക്കണം ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ചിക്കൻ ചീത്തയാകില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഡ്രിങ്കാണ് കാണിക്കുന്നത്. തണ്ണിമത്തങ്ങയാണ്, പിന്നെ ഒരു ഗ്ലാസ് പാലുമാണ് വേണ്ടത്. അപ്പോൾ തണ്ണിമത്തങ്ങ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അതുകൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള തണ്ണിമത്തങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.